നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്ത് കൊറോണ എന്ന മഹാമാരി പെയ്തിറങ്ങുമ്പോൾ ശരിക്കും മാതൃകയായി മാറുകയാണ് കനേഡിയൻ പ്രധാനമന്ത്രി. തന്റെ ഭാര്യയ്ക്ക് COVID-19 വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തനിയെ ഐസൊലേഷനിൽ കഴിയുകയാണ്. ബ്രിട്ടനിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോയി തിരിച്ചു വന്നതിന് പിന്നാലെയാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ പത്നി സോഫി ട്രൂഡോ COVID-19 രോഗബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചത്. രോഗബാധ സംശയിച്ച് സംശയമുണ്ടായതോടെ മുഴുവൻ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കി ട്രൂഡോയും സോഫിയും ഔദ്യോഗിക വസതിയിൽ തുടരുകയാണ്. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇരുവരെയും നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. രോഗബാധ സംശയിക്കുന്നതിൽ മാറി നിൽക്കുകയാണെന്നും എന്നാൽ ഫോണിലൂടെയും വീഡിയോ കോൺഫറൻസിംഗ് വഴിയും പ്രധാനമന്ത്രി മറ്റ് മന്ത്രിമാരുമായി ബന്ധപ്പെടുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടെന്നും ട്രൂഡോയും വ്യക്തമാക്കുകയുണ്ടായി. നേരത്തെ ബ്രിട്ടീഷ് ആരോഗ്യമന്ത്രിക്കും ഇറാനിലെ ആരോഗ്യ സഹമന്ത്രിക്കും കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. രോഗബാധ സംശയിച്ച് ട്രൂഡോ ഐസൊലേഷനിലേക്ക് മാറിയതോടെ ട്രൂഡോയുമായി അടുത്തിടപഴകിയ ചില കനേഡിയൻ മന്ത്രിമാരും ഔദ്യോഗിക പരിപാടികൾ ഒഴിവാക്കി സ്വന്തം വസതികളിൽ തന്നെ തുടരുകയാണ്. രോഗം ബാധിച്ച ആരോഗ്യമന്ത്രിയുമായി അടുത്തിടപഴകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണിനെ വിദഗ്ധ സംഘം നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. അടുത്തിടെ തന്നെ സന്ദർശിച്ച ബ്രസീലിയൻ പ്രധാനമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിക്ക് കോവിഡ് ബാധയാണെന്ന വാർത്ത വന്നതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കടുത്ത ആശങ്കയിലാണെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിനെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ CNN റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. COVID-19 അനിയന്ത്രിതമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി ലോകരാജ്യങ്ങൾ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 118 രാജ്യങ്ങളിലായി 1,25,000 പേർക്ക് COVID-19 ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4,600 കടന്നു. കോവിഡ് അതിവേഗം പടർന്ന ഇറ്റലിയിൽ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1000 കടന്നിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ മാത്രം 189 പേരാണ് ഇറ്റലിയിൽ മാത്രം മരിച്ചത്. 15,113 പേർ രോഗബാധിതരായി ഇറ്റലിയിൽ ചികിത്സയിലുണ്ട്. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ എംബസിയുടെ വിവിധ സ്ഥലങ്ങളിലെ കോൺസുലർ സേവനവും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.